ഇന്ന് ചീമയുടെ 7ാം മാസ ചടങ്ങ് വയറ്റുപൊങ്കാല എന്നൊക്കെ പറയും കേട്ടോ. 7ാം മാസ ചടങ്ങെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രം എടുത്ത് പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ ട്രിവാൻഡ്രത്ത് പൊങ്കാല ഇടാറുണ്ട്, ചില സ്ഥലങ്ങളിൽ പൊങ്കാല ഇടില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ പൊങ്കാല ഇടും. സച്ചുവിൻ്റെ വീട്ടിൽ പൊങ്കാല ഇടില്ല എന്ന് പറഞ്ഞത്, പക്ഷേ നമ്മുടെ ആ ഒരു ചടങ്ങൊക്കെ നടത്തുന്നത് കൊണ്ട്, പൊങ്കാല ഇട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് പൊങ്കാല ഇടാമെന്ന് കരുതി പൊങ്കാല ഇട്ടു. 7ാം മാസം ചീമയെ നമ്മൾ പോയി വിളിച്ചിട്ട് വരും. അവർ ഒരു ഭരണിയിൽ കുറച്ച് എണ്ണ തന്നു വിടും. ആ എണ്ണ തന്നു വിട്ടാൽ പിന്നെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പൊക്കൂടാന്നാണ്. അപ്പോൾ എണ്ണ തന്നു വിടുന്നുണ്ട്. പ്രസവമൊക്കെ കഴിഞ്ഞ് നൂലുകെട്ടെല്ലാം കഴിഞ്ഞ് അവരൊരു ദിവസം കുറിച്ചിട്ട് ഇനി ചീമ തിരിച്ചിങ്ങോട്ടേക്ക് വരത്തുള്ളൂ കേട്ടോ. അതാണ് 7ാം മാസം ചടങ്ങ്. അപ്പോൾ ഇത്രയും നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ചീമയും സച്ചിനും കൂടി തീരുമാനിച്ചത് വളക്കാപ്പ് നടത്താമെന്നുള്ളത്. വളക്കാപ്പ് നടത്തണമെന്നുണ്ടായിരുന്നു, അത് പതിയെ മതിയെന്ന് കരുതി. പിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തോ വളക്കാപ്പ് നടത്താൻ പാടില്ലെന്ന് ആരാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്ത് അങ്ങ് നടത്താമെന്ന് കരുതി കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത ഒരു വളക്കാപ്പ് ചടങ്ങാണിത്. ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ അങ്ങ് ചടങ്ങ് നടത്താമെന്ന് കരുതി. ഞാൻ ട്രിപ്പിലായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഒരു ബ്ലൗസ് പോലും സ്റ്റിച്ച് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല. സാരി തന്നെ ഉടുക്കണമെന്ന് എനിക്കൊരു ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു. വസ്ത്രത്തിൽ പിന്നെ സാരി ഉള്ളതുകൊണ്ട് വസ്ത്രയിൽ നിന്ന് ഒരു കല്യാണി കോട്ടൺ സാരി ഞാനിങ്ങ് എടുത്തു. അമ്മ ഉടുത്തിരിക്കുന്ന ഈ സാരി എന്ന് പറയുന്നത് വസ്ത്രയിലെ സാരി തന്നെയാണ്, പോച്ചമ്പള്ളി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സാരികളുടെയൊക്കെ 1-2 പീസസ് കൂടി അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ 7ാം മാസം 7 കൂട്ടം പലഹാരം കൊണ്ടാണ് ചെക്കൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നത്. 7 കൂട്ടം പലഹാരം: അച്ചപ്പം, ജിലേബി, നെയ്യപ്പം, പക്കാവട, പിന്നെ മധുരസേവ, മുന്തിരിക്കൊത്ത്, പിന്നെ എന്താണ്, എന്തോ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയിട്ടോ. ഇതെല്ലാം നമ്മൾ 101 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 101 പലഹാരം, 7 കൂട്ടം പലഹാരം 101 എണ്ണം വാങ്ങി ചടങ്ങുകളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു. പിന്നെ കുട്ടികളുടെ വക ഒരു കുഞ്ഞ് ഡാൻസും ഒക്കെ, വേദ ട്രിപ്പിലായിരുന്നു കൂടിയെങ്കിലും കുഞ്ഞ് ഒരു ഡാൻസ് എല്ലാം സെറ്റ് ചെയ്തു. അത്ര ക്ലിയറൊന്നും ആയിട്ടില്ല, എങ്കിലും എല്ലാവരും ഒരുപോലെ കളിക്കാൻ ശ്രമിച്ചു കേട്ടോ. എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് പഠിച്ച് കളിച്ചതാണേ. നമ്മൾ 10 മണിക്ക് വന്നിട്ട് 12 മണിക്ക് ഇറങ്ങണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചടങ്ങുകളും വളക്കാപ്പും എല്ലാം നടത്തിയ ശേഷം പെട്ടെന്ന് തന്നെ ഊണ് കഴിച്ച് ഇറങ്ങാം കേട്ടോ. ഊണെന്ന് പറഞ്ഞാൽ സദ്യയാണ്. 2 കൂട്ടം പായസം വെച്ച് നല്ലൊരു സദ്യ കഴിച്ചു കേട്ടോ. നോർത്തിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാണ്ട് വെറുത്ത് പണ്ടാരം അടങ്ങി വന്ന എനിക്ക് നല്ലൊരു സദ്യ കിട്ടപ്പോൾ കുശാലായി. എന്തായാലും ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉള്ള സമയം കൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. എല്ലാം ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നായതുകൊണ്ടും സമയം വളരെ കുറവായതുകൊണ്ടും ജോത്സ്യൻ എഴുതി തന്ന സമയത്ത് നമുക്ക് തിരിച്ചിറങ്ങണം കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങിയാൽ കയറാൻ പാടില്ല, ആ സമയത്ത് തന്നെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. അതാണ് 12 മണി സമയത്ത് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒട്ടും സമയം തികയാണ്ട് വന്നത്. കണ്ടോ, ഇതുപോലെ ഭരണിയിൽ എണ്ണയെല്ലാം ആക്കി തന്നുവിടും. ഇത് വാങ്ങിച്ച് ഇറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ല എന്നാണ്. പിന്നെ വീട്ടിൽ വന്ന് ഇതുപോലൊരു ആരതിയെല്ലാം ഒഴുങ്ങി ചീമ കയറ്റും. ഇനി പ്രസവം എല്ലാം കഴിഞ്ഞ് വാവയൊക്കെ വന്ന് കുറേ കഴിഞ്ഞിട്ട് ചീമ പോകത്തുള്ളൂ. വേദയുടെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പറും.